എല്ലാം ആരംഭിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ഊഴം കൂടെ നമുക്ക് ലഭിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അവളുടെ ഭൂതകാലം തെറ്റുകളുടെ കൂമ്പാരമായിരുന്നു. അതോർത്ത് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് മനസ്സ് മടുത്ത അവൾ ആത്മഹത്യയിലൂടെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു. കടലോരത്തിലൂടെ അവളുടെ അവസാന യാത്ര അവൾ നടത്തുകയാണ്. ഒന്ന് ധ്യാനിച്ചിട്ട് കടലിലേക്ക് കുതിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. തിരിഞ്ഞു നോക്കുക. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ മണലിൽ തെറ്റുകളുടെ കാൽമുദ്രകൾ പതിഞ്ഞു കിടക്കുക. അവൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ തന്നെ കടലിൽ നിന്ന് വലിയൊരു തിരമാല വന്ന് അതെല്ലാം തുടച്ചു മാറ്റി വീണ്ടും കടലിലേക്ക് തന്നെ മടങ്ങി. ഒരു കുട്ടി തെറ്റെഴുതി മായ്ച്ചു കളഞ്ഞ് സ്ലേറ്റ് പോലെ ആ തീരം ക്ലീനായി. ആ മണൽത്തിട്ടയിൽ മുട്ടിന്മേൽ നിന്നവൾ വിതുമ്പിക്കരഞ്ഞു, ദൈവമേ, അങ്ങന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ തെറ്റുകളെ സൗമ്യമായി തുടച്ചു മാറ്റുന്ന വെൺതിര വൻ കൃപ. അതെ, നാം ചെയ്ത തെറ്റുകളെ ഓർത്ത് ഭാരപ്പെട്ട് നിരാശയ്ക്കടിമയായി ജീവിതം അവസാനിപ്പിക്കേണ്ട കടലിലെ തിരമാലകൾ മണൽ തിട്ടയിൽ പതിഞ്ഞ കാൽപാദങ്ങളെ തുടച്ചു മാറ്റുന്നത് നമ്മുടെ ഏത് തെറ്റിനെ ക്ഷമിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കും. ബൈബിളിൽ യെശയ്യാ പ്രവചനത്തിൽ ഇപ്രകാരം ദൈവം അരുളി ചെയ്തിട്ടുണ്ട്, നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നു അതിനെ പഞ്ഞി പോലെ വെളുപ്പിക്കും. അതെ, നമ്മുടെ ദൈവം എത്ര നല്ലത്. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മെ രക്ഷിക്കുവാൻ പാപരഹിതനായ അവിടുന്ന് കാൽവരി ക്രൂശിൽ നമുക്ക് പകരമാണ് നമ്മൾ കൊടുക്കേണ്ട വില, നിത്യമരണമെന്ന ആ ശിക്ഷ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും ശുദ്ധീകരിക്കും. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, അവൻ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ബുദ്ധിസ്റ്റോ ജൈനോ ഏവനോ ആയിക്കോട്ടെ, അവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജയകരമായിട്ടുള്ള ജീവിതം നയിക്കും നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ. അതെ, എല്ലാ തെറ്റിനും പരിഹാരമുണ്ട്. ആ തെറ്റിനെ ഓർത്ത് ഭാരപ്പെടേണ്ട. അതിനാൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവിടുന്ന് നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഗോഡ് ബ്ലസ് യു. വിഷ് യു all the best.